ചൂട് കാലമല്ലേ, നമുക്ക് കുറച്ച് സംഭാരങ്ങൾ നോക്കിയാലോ, അതും വെറൈറ്റി ആയിട്ട്. അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തേക്കുന്ന ഒരു മാമ്പഴം ആട്ടോ. അത് ഇതുപോലെ ഒന്ന് പീസ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. ഇതുപോലെ നല്ല ഫൈനായിട്ടോ, അല്ലെങ്കിൽ ഇച്ചിരി തരി പോലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാവേ. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് നമ്മുടെ അരച്ചെടുത്ത മാമ്പഴം ഒന്ന് ചേർത്ത് കൊടുക്കുക. അത് ഫുള്ളായിട്ട് ചേർക്കണമെന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ തൈരാണേ. ഇതിലേക്ക് ഇഞ്ചിയും നമ്മുടെ കാന്താരിയും കറിവേപ്പിലയും കൂടെ ഞാനൊന്ന് ചതച്ച് വെച്ചേക്കുന്ന കേട്ടോ, അതൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴ സംഭാരം ഇവിടെ. അടുത്തതായിട്ട് നമ്മുടെ നാടൻ സംഭാരം തയ്യാറാക്കണ്ടേ, അതിനായിട്ട് നമുക്ക് കുറച്ച് തൈരൊന്ന് ചേർത്ത് കൊടുക്കാം, ഉപ്പ് ചേർക്കാം, ഇഞ്ചിയും കറിവേപ്പിലയും കാന്താരിയും ചതച്ച് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ചൂടിന് കുടിക്കാൻ പറ്റിയ അടിപൊളി സംഭാരം അടിപൊളിയായിട്ട് തയ്യാറായിട്ടുണ്ട്. ഇതിൽ സോഡ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇതിൽ കുറച്ച് ചെറിയ ഉള്ളിയുടെ ചതച്ചിട്ടതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലേ സ്കിപ്പ് ചെയ്യാം. അടുത്തതായിട്ട് തയ്യാറാക്കുന്നത് നമ്മുടെ ബീറ്റ്റൂട്ട് സംഭാരമാണ്. അതിനായിട്ട് നമ്മുടെ ബീറ്റ്റൂട്ട് ഒന്ന് ആവി കയറ്റി എടുക്കണം കേട്ടോ. ആവി കയറിയതിനു ശേഷം തണുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് നമുക്ക് നമ്മുടെ ബീറ്റ്റൂട്ട് അരച്ച് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം, ഇഞ്ചി, കാന്താരി, കറിവേപ്പില അതിന്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ബീറ്റ്റൂട്ട് സംഭാരം തയ്യാറായിട്ടുണ്ട്. ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭാരമാണ്. ഇതിൽ ഞാൻ ചെറിയ പീസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും. അത് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഫൈനായിട്ട് അരയ്ക്കാതെ ഇച്ചിരി തരിതരിയോട് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പീസൊക്കെ നമ്മൾ കടിക്കുന്ന സമയത്ത് ഒന്ന് കടിച്ച് എടുക്കുകയും. അടുത്തതും ഒരു വെറൈറ്റി ആയാലോ, അതിനായിട്ട് ഒരു ക്യാരറ്റ് നേരത്തെ പോലെ തന്നെ ഒന്ന് ആവി കയറ്റി എടുത്തിട്ട് തണുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതും ചെറിയ തരിയോട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാട്ടോ. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് നമ്മുടെ ക്യാരറ്റ്, ഇഞ്ചി, കറിവേപ്പില, കാന്താരിയോ അല്ല പച്ചമുളകോ ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണേ. നല്ല തണുത്ത വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് സംഭാരം ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി. അടുത്ത സംഭാരത്തിനായിട്ട് കുറച്ച് നെല്ലിക്ക ചതച്ചൊന്ന് ചേർത്ത് കൊടുക്കണം. ചെറിയുള്ളി, കാന്താരി, ഇഞ്ചി, കറിവേപ്പില. ഞാനിവിടെ ചേർത്തേക്കുന്നത് ഉപ്പിലിട്ട് വെച്ചിരുന്ന നമ്മുടെ നെല്ലിക്കയാണേ. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെല്ലിക്ക സംഭാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ തലമുടിയുടെ വളർച്ചയ്ക്കും ഒക്കെ ഡെയിലി കുടിക്കുന്നത് നല്ലതാട്ടോ. കാരണം നെല്ലിക്കയല്ലേ, മോര് തണുപ്പല്ലേ, അപ്പൊ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയതാണ്. അതുപോലെ തന്നെ നമ്മുടെ തലമുടിക്കും ഏറ്റവും നല്ല അടിപൊളി ഒരു സംഭാരമാണ്. ഉപ്പിലിട്ട നെല്ലിക്ക ആയതുകൊണ്ടാണ് ഞാൻ വേറെ ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത്. നമ്മുടെ ഫ്രഷ് നെല്ലിക്ക ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പച്ചമാങ്ങ സീസണായിട്ട് പച്ചമാങ്ങ സംഭാരം ഉണ്ടാക്കിയില്ലെങ്കിൽ എന്താല്ലേ. അപ്പൊ പച്ചമാങ്ങ ചതച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചി, കാന്താരി, കറിവേപ്പില ഇത് ഞാൻ ചതച്ച് വെച്ചേക്കുന്ന കേട്ടോ. അതാണ് ചെറിയൊരു കളർ വ്യത്യാസം തോന്നുന്നത്. അതിലേക്ക് ഞാൻ തൈരും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ചു. അപ്പൊ നമ്മുടെ അടിപൊളി പച്ചമാങ്ങ സംഭാരം റെഡി ആയിട്ടുണ്ട്. ഇനി ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം നോക്കിയാലോ. കുറച്ച് നാരങ്ങ അച്ചാറൊന്നും ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മാങ്ങാച്ചാറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ തൈരൊന്നും ചേർത്ത് കൊടുക്കാവേ. ഉപ്പ് ഇടണം എന്നില്ല, അച്ചാറിൽ ഉപ്പുള്ളതുകൊണ്ട്. ഇനി വേണം എന്നുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് തൈര് ചേർത്തു, ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തു. അപ്പൊ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള സംഭാരം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വെറൈറ്റി ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷ. എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ഈ കൂട്ടത്തിൽ ഏത് സംഭാരമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പ്രത്യേകം ഒന്ന് കമന്റ് ചെയ്യണേ. വേറെ വെറൈറ്റികളൊക്കെ ആരെങ്കിലും തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും